ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണം ഞാൻ വിചാരിക്കുന്നു. ഇന്ന് ഞാനിപ്പോൾ ഉണ്ടാക്കണം. നമ്മൾ ഹോട്ടലിലൊക്കെ മുട്ട വാങ്ങിക്കുമ്പോൾ അവർ മുട്ടയൊക്കെ പൊടിഞ്ഞൊന്നും പോകാതെ നല്ല ഷേപ്പിലൊക്കെ മുട്ട കിട്ടുന്നുണ്ടാവും. അപ്പോൾ നമുക്കും അതെങ്ങനെയാണ് അവർ മുട്ട പുഴുങ്ങുന്നതെന്ന് നോക്കാം. ഞാൻ എങ്ങനെയാണ് നന്നായിട്ട് മുട്ട അത് പൊട്ടൊന്നും ചെയ്യാതെ തൊണ്ടൊക്കെ നന്നായിട്ട് എങ്ങനെ പൊളിക്കണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഇപ്പം ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു 6 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. 6 മുട്ട എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. ആദ്യം തന്നെ ഈ മുട്ടയ്ക്കകത്ത് കണ്ടോ ചെളിയും ഇങ്ങനെ അവരെടുത്തുകൊണ്ട് വന്ന വഴിയല്ലേ, അപ്പം അതിനകത്ത് കോഴിയുടെ വേസ്റ്റും ഇതെല്ലാം ഉണ്ട്. അപ്പം നമുക്കതൊന്നും നന്നായിട്ട് കഴുകാം. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത മുട്ടയാണെങ്കിൽ എപ്പോഴും ഒരു 10 മിനിറ്റ് നേരം പുറത്ത് വെച്ചിട്ട് റൂം ടെമ്പറേച്ചർ ആയിട്ട് മുട്ട പുഴുങ്ങാവുള്ളൂ കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അപ്പം തന്നെ മുട്ട പുഴുങ്ങിയാൽ മുട്ട പൊട്ടാനുള്ള സാധ്യതയുണ്ടാവും. അപ്പോൾ നമ്മളത് എപ്പോഴും ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് എടുത്ത് പുറത്ത് വെച്ചൊരു റൂം ടെമ്പറേച്ചർ ആക്കിയിട്ട് മുട്ട പുഴുങ്ങുമ്പോൾ അതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ നമുക്കിനി ഇതിനകത്തുള്ള ഇതൊക്കെ നന്നായിട്ടൊന്ന് പോകണം. അപ്പോൾ നമ്മളിത് കഴുകിയിട്ടൊക്കെ ഇട്ടാലോ വെള്ളത്തിലേക്ക് അതിൻ്റെ വേസ്റ്റൊക്കെ അലിഞ്ഞ് ചേർന്നിട്ട് പിന്നെ ചിലപ്പോൾ അതിനകത്ത് ഒരു മുട്ടയൊക്കെ പൊട്ട് വെക്കുകയാണെങ്കിൽ പിന്നെ അതിനകത്ത് ഈ ചിലപ്പോൾ അത് എല്ലായിടത്തോടെയും ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം കുറച്ച് ഉപ്പിടുന്നുണ്ട്. പിന്നെ 1 സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഇടണത് ബേക്കിംഗ് സോഡയാട്ടോ. അതേ കണ്ടോ, ഈ ബേക്കിംഗ് സോഡ ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഉപ്പുകാരം ഇട്ടാലും മതി. നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കണ ഇതില്ലേ, അത് ഇട്ടാൽ മതി. ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ അത് ഇടുക, അല്ലെങ്കിൽ സോഡാപ്പൊടി ഇടുക. അപ്പോൾ അത് ഞാനൊരു പിഞ്ച് ഇട്ടാൽ മതി കേട്ടോ, ഒരു നുള്ളിടുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ ഇട്ടിട്ട് ഇതും 2 വെള്ളത്തിൽ നന്നായിട്ടൊന്ന് അരിക്കട്ടെ. എന്നിട്ട് ഇതൊരു കിടന്നൊന്ന് കുതിരാൻ വേണ്ടിയിട്ടൊരു 2 മിനിറ്റ് നേരം നമുക്കൊന്ന് ഇട്ടുകൊണ്ടിരിക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്കിത് നന്നായിട്ടൊരു തുണിയോ എടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തേച്ച് കഴുകാം ഇങ്ങനെ കേട്ടോ. ഒരു തുണിയോ സ്ക്രബ്ബറോ എന്തെങ്കിലും ഇട്ട് നമുക്കിതൊന്ന് തേച്ച് കഴുകാം. ഇപ്പോൾ കണ്ടോ, ഈ മുട്ടയ്ക്ക് നല്ല കളർ തന്നെ കണ്ടോ. ഈ മുട്ടയും കണ്ടോ, ഈ മുട്ടയും തമ്മിൽ വ്യത്യാസമുണ്ടോ. ഹോട്ടലുകാരൊന്നും മുട്ട പുഴുങ്ങുമ്പോൾ അത് ഒരിക്കലും ഒന്നും പൊട്ടൂല. അവരുടെ മുട്ട ഒരിക്കലും ഇങ്ങനെ പുഴുങ്ങിന് മുട്ടയൊക്കെ പൊട്ടാതെ നല്ല ഷൈനിങ്ങിലിരിക്കും. നമ്മൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ, കേരളത്തിന് പുറത്തൊക്കെ ആണെങ്കിൽ റോഡ് സൈഡിൽ കൂടെയൊക്കെ വലിയ കലത്തിലൊക്കെ മുട്ട ഇങ്ങനെ പുഴുങ്ങി ഒരു കാലം നിറയെ വലിയ കലത്തിനകത്തൊക്കെ മുട്ട പുഴുങ്ങി അവർ വിൽക്കാൻ റോഡ് സൈഡിൽ വെച്ചിട്ടിരിക്കുന്നതാണ്. അത് അവരൊരു 10-100 മുട്ടയൊക്കെ ഒന്നിച്ചാണ് വേവിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ വല്ലതും നടക്കുമ്പോൾ കടയിൽ ചോദിക്കുകയാണെങ്കിൽ അവർ ഇത് തരും. ഇത് ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ വെള്ളം കളഞ്ഞിട്ട് ഒന്നൂടെ കഴുകിയെടുക്കാം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത മുട്ട അതുപോലെ ഇത് പുഴുങ്ങിയാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് മുട്ട തണുത്തല്ലേ ഇരിക്കണേ. മറ്റേ നമ്മൾ ചൂടാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് അങ്ങ് തൊണ്ട് പൊട്ടും അതിൻ്റെ വികസിക്കുമ്പോഴേ. അപ്പം അതുകൊണ്ട് റൂം ടെമ്പറേച്ചറായിട്ട് മുട്ട പുഴുങ്ങാൻ നോക്കാം. അല്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെന്ന് അപ്പം തന്നെ പുഴുങ്ങാം. ഇതുണ്ട്, ഇപ്പോൾ മുട്ടയ്ക്ക് നല്ല ഗ്ലേസിങ് വന്നുണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളതാകുമ്പോൾ നന്നായിട്ട് ഇതുപോലെ ചെയ്താൽ കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിത് 2 പ്രാവശ്യം കഴുകിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അടുപ്പത്ത് വെക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഇതിനകത്താണ് വെക്കണം. നമുക്ക് സ്റ്റീമർ ഉണ്ടെങ്കിൽ സ്റ്റീമറിനകത്ത് വയ്ക്കാം,
ഞാനിപ്പോൾ ഈ ചീനച്ചട്ടിക്കകത്ത് എല്ലാവർക്കും അത് കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ സ്റ്റീമർ ഉണ്ടെങ്കിൽ കണ്ടോ, ഈ സ്റ്റീമറിൻ്റെ ഇവിടെ വെച്ചാൽ മതി. കണ്ടായതുകൊണ്ട് ഇവിടെ വെച്ചിട്ട് നമുക്ക് അടിയിൽ വെള്ളം ഒഴിച്ചിട്ട് മുട്ട പുഴുങ്ങാം. അപ്പം ഞാനിത് എല്ലാവർക്കും ചെയ്യാൻ വേണ്ടിയിട്ടോ അങ്ങനെ കാണിക്കാം. അപ്പോൾ നമുക്കിനി ഇതിനിപ്പോൾ ഞാൻ എടുത്താക്കണ ഒരു ചീനച്ചട്ടിയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മളിത് പ്രഷർ കുക്കർ വാങ്ങിക്കുമ്പോൾ എല്ലാ പ്രഷർ കുക്കറിൻ്റെയും കൂടെ കിട്ടുന്ന ഒരു സാധനമാണ്. ഈ അടിയിലൊരു തട്ട് കിട്ടും, അത് നമുക്ക് വയ്ക്കാം. അത് കഴിഞ്ഞ് പിന്നെ നമ്മളിത് കണ്ടോ, ഈ ഓട്ടപാത്രം ഉണ്ടല്ലോ, ഈ ഓട്ടപാത്രം എല്ലാ വീട്ടിലുള്ള ഒരു സാധനം, അതിങ്ങനെ വയ്ക്കുക. എന്നിട്ട് നമ്മളിതിൽ അടിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഇത് കണ്ടോ ഇങ്ങനെ മൂടി വെച്ച് നമുക്കൊരു 15 മിനിറ്റ് നേരം നമ്മൾ സ്റ്റീമിലാണ് ഇത് വയ്ക്കുന്നത്, വെള്ളത്തിലല്ല. സാധാരണ മുട്ട എല്ലാവരും വെള്ളത്തിൽ തോന്നിയിട്ട് നമ്മൾ ഈ സ്റ്റീമറിനകത്ത് വെച്ചിട്ട് സ്റ്റീമിലാണ് പുഴുങ്ങണത്. അത് ഒരു 15 മിനിറ്റ് നേരം സ്റ്റീമിൽ വെച്ച് സ്റ്റീം ചെയ്ത് കഴിയുമ്പോൾ മുട്ട വേകും. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കത് ഞാനിവിടെ ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് മുട്ട എങ്ങനെയാണ് സ്റ്റീം ചെയ്യണമെന്ന് കാണിക്കാം കേട്ടോ. അതിലേക്ക് ഞാനൊരു 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് ഉപ്പിടാം കേട്ടോ. വെള്ളത്തിലേക്ക് ഉപ്പിട്ടിട്ടുണ്ട്. ഈ ഉപ്പ് നന്നായിട്ടൊന്ന് വെള്ളത്തിൽ കിടന്ന് അലിയട്ടെ കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ വിനാഗിരി ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ എല്ലാവരുടെയും വീട്ടിൽ കൂടെ ഉള്ള സാധനം തന്നെയാണ്. ഇനി നമുക്ക് ഈ കുക്കർ വാങ്ങിക്കുമ്പോൾ കുക്കറിൻ്റെ ഈ അടിയിലത്തെ തട്ട് വാങ്ങിക്കാം. നമ്മൾ ഈ കുക്കറിനകത്ത് സെപ്പറേറ്റ് പാത്രം വെക്കാൻ വേണ്ടിയിട്ട് അവർ തരുന്ന ഒരു തട്ടാണിത്. എല്ലാ കുക്കറിൻ്റെ കൂടെയും മേടിക്കുമ്പോൾ കിട്ടും. ഇത് വെച്ചിട്ട് ഈ കുക്കറിൻ്റെ തട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോഴും നമ്മൾ കേക്കിൻ്റെ പാത്രങ്ങൾ വെക്കാനായിട്ട് നമ്മൾ ഇത് തന്നെയാണല്ലോ ഉപയോഗിക്കുന്നത്. അതുപോലെ ഞങ്ങൾക്ക് സ്റ്റീമറിൻ്റെ ഇത് വയ്ക്കാം. സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചോറ് വാർന്ന് ഓട്ടപാത്രം വയ്ക്കാം. അത് കഴിഞ്ഞ് ഇതിലേക്ക് മുട്ട പരക്കി വയ്ക്കാം കേട്ടോ. ഇനി ഇതുപോലെ ഈ ചീനച്ചട്ടിയുടെ ഒക്കെ കൂടെ വാങ്ങിക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ഈ പാത്രത്തിൻ്റെ അടപ്പ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ചെരുവത്തിലാണെങ്കിൽ ചെരുവത്തിൽ വെക്കാം. ഏതിലാണോ നമുക്ക് സൗകര്യം അതുപോലെ തന്നെ വെക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഈ സ്റ്റീമർ ഇറങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ചീനച്ചട്ടി എടുത്തത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ആവിക്ക് വെക്കണ പാത്രം ഇറങ്ങിയിരിക്കാൻ പാകത്തിന് ഒരു പാത്രം വെള്ളം വയ്ക്കുക. അത് കഴിഞ്ഞിങ്ങനെ നമുക്ക് സ്റ്റൗ കത്തിക്കാം കേട്ടോ. ഇപ്പോൾ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്, വെള്ളം വെച്ച് കഴിഞ്ഞ് ഇതൊരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. ഒരു 15 മിനിറ്റ് വരെ നമുക്ക് സ്റ്റീം ചെയ്യാം. അപ്പോൾ നമ്മുടെ മുട്ട വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. അത് കണ്ടോ, ഒരു മുട്ട പോലും പൊട്ടിയിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ സാധാരണ വെള്ളത്തിലൊക്കെ വെക്കുമ്പോൾ ചിലപ്പോൾ മുട്ട പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. ചില മുട്ടകളൊക്കെ പൊട്ടിപ്പോകും. ഇപ്പോൾ ഒരു മുട്ട പോലും കണ്ടോ, തൊണ്ടിനൊരു ചെറിയ പൊട്ടൽ പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമുക്കിനി ഇത് ഇവിടുന്ന് അടുപ്പത്തൊന്ന് വാങ്ങാം. അപ്പോൾ നമുക്ക് മുട്ട ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിക്കാം കേട്ടോ. നമുക്ക് മുട്ടയൊക്കെ പറത്തി ഇതിലേക്കിടാം. കണ്ടോ, ഒരു മുട്ടയ്ക്ക് ഒന്നും പറ്റിയിട്ടില്ല. തൊണ്ടൊന്നും ചെറുതായിട്ട് പോലും പൊട്ടിയിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ മുട്ട പുഴുങ്ങുമ്പോൾ എപ്പോഴും തൊണ്ടൊക്കെ പൊട്ടിയല്ലേ കിട്ടാറ്. വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് നേരം കിടക്കട്ടെ കേട്ടോ. മുട്ട ടെമ്പറേച്ചർ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നമുക്ക് പൊളിക്കാം കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ മുട്ട അത് കണ്ടോ, മുട്ട തണുത്ത വെള്ളത്തിൽ കിടന്ന് ചൂടാറിയിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം കേട്ടോ. ഉള്ളിൽ ചെറിയ ചൂടുണ്ട്. നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം കേട്ടോ. കണ്ടോ, സിമ്പിളായിട്ട് പൊളിഞ്ഞു തന്നെ കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ മുട്ട പൊളിക്കുമ്പോൾ ഇങ്ങനെ മുട്ടയോട് കൂടിയൊക്കെ പൊളിഞ്ഞു വരില്ലേ. ഇത് കണ്ടോ, എത്ര സിമ്പിളായിട്ട് മുട്ട പൊളിക്കണം നമുക്കിത്.
ഇതുണ്ട്, വളരെ സിമ്പിളായിട്ട് ഒന്നും പറ്റാണ്ട്. നമ്മളല്ലാതെ വെള്ളത്തിലിട്ട് പൊഴിഞ്ഞാൽ നമുക്ക് എല്ലാ മുട്ടയൊന്നും ഇങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റില്ല. ചില മുട്ടയൊക്കെ നമ്മൾ പൊളിക്കുമ്പോൾ പോവും, പിന്നെ കുറേ മുട്ട പുഴുങ്ങുമ്പോൾ പൊട്ടി വെള്ളയൊക്കെ പുറത്തേക്ക് വരും. അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റും വളരെ സിമ്പിളായിട്ട്. നമുക്ക് കറി വെക്കാനാണേലും എന്തിനാണേലും എടുക്കാൻ പറ്റും. അപ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, വളരെ സിമ്പിളാണ്. മാത്രമല്ല നമ്മളിത് ബേക്കിംഗ് സോഡയും ഉപ്പും ഇട്ട് ആദ്യം നമ്മൾ ഒരു വഴിയ കാരണം കൊണ്ട് ഇതിനകത്ത് അതിൻ്റെ പുറത്തുള്ള ചെളിയും പിന്നെ ബാക്ടീരിയകളൊക്കെ ഇടാനൊക്കെ ഒക്കെ ഇത് പോവുകയും ചെയ്തു. ഇത് കണ്ടോ, ഇത്ര സിമ്പിളാന്ന് നോക്കിയത് കണ്ടോ. അപ്പം എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞു കേട്ടോ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇതിനേക്കാളും നല്ല ഈസി മെത്തേഡ് അറിയാമെങ്കിൽ അതും പറയണം കേട്ടോ. ഇതുണ്ടോ, ഇതിപ്പോൾ ഇതേ കണ്ടോ, ഇതേ വെറുതെ ഇങ്ങനെ അങ്ങ് പൊളിച്ചാൽ മതി. കണ്ടോ, എല്ലാവരുടെയും വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ, അല്ലാണ്ട് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നുമില്ല. എല്ലാവരുടെയും വീട്ടിലിപ്പോൾ ഉള്ള സാധനങ്ങൾ തന്നെയാണ്. ഇത് കണ്ടോ, ഇതേ കണ്ടോ, ഇത്ര സിമ്പിളായിട്ടാണ് മുട്ട പൊളിച്ച് നോക്കിയത്. ആ മുട്ടയുടെ തൊണ്ട അതുപോലെ തന്നെ ഇരിക്കണുണ്ടോ. അത് ഒന്നും ചെയ്യേണ്ടത്, ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ അങ്ങ് പിടിച്ചാൽ മതി. ഇതേ വേണ്ട, പൊളിക്കൊന്നും വേണ്ട. അല്ല, ഇപ്പോൾ നമ്മുടെ ഇതേ കണ്ടോ, 6 മുട്ട എടുത്തു. 6 മുട്ടയും കണ്ടോ, ഒരു കേടും പറ്റാണ്ട് കിട്ടിയത് കണ്ടോ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ മുട്ട പൊഴിഞ്ഞാൽ കുറേ മുട്ട ഇങ്ങനെ പൊട്ടി പുറത്തേക്ക് വരും, വെള്ളയൊക്കെ പൊട്ടി പുറത്തേക്ക് വരും. പിന്നെ തൊണ്ട് പൊളിക്കുമ്പോൾ കുറേ വേസ്റ്റ് ആവും. അങ്ങനെ കുറേ ഇതാവും. ഇതുണ്ട്, ഇത് നമുക്ക് ഒരു മുട്ട ഒന്നും പറ്റാണ്ട് എന്ത് നല്ല ഗ്ലേസിങ്ങിൽ കിട്ടിയെന്ന് നോക്കി. ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക് യു.